കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് 90 വയസ്സുകാരി പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് സർക്കാരിനെതിരെ റോഡിലിരുന്ന് പ്രതിഷേധിച്ചത് വലിയ മാധ്യമ വാർത്തയായിരുന്നു. വയോധികയ്ക്ക് സഹായവുമായി കോൺഗ്രസ് പ്രവർത്തകർ എത്തിയതോടെ അസ്വസ്ഥരായ CPM പ്രവർത്തകർ രാത്രിയോടെ അന്തരിച്ച കോൺഗ്രസ് നേതാവ് PT തോമസിന്റെയും മുൻ മാധ്യമപ്രവർത്തകൻ UH സിദ്ദിഖിന്റെയും സ്മരണാർത്ഥം നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം അടിച്ചു തകർത്തു. ഈ സംഭവത്തിന് ശേഷമാണ് പ്രദേശത്ത് വൈദ്യുതി തടസ്സപ്പെട്ടത്. KSEB ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് മോഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തി. ആക്രമണ വാർത്ത പുറം ലോകമറിയാതിരിക്കാൻ CPM പ്രവർത്തകർ ആസൂത്രിതമായി ഫ്യൂസ് ഊരിയതാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. 200 കുടുംബങ്ങൾക്ക് വൈദ്യുതി ഒരു രാത്രിയും പകലും നിഷേധിച്ചപ്പോൾ ഇദ്ദേഹത്തിന് എന്താണ് സായുജ്യം കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മിച്ച വിശ്രമ കേന്ദ്രം അടിച്ചു തകർത്ത് ആ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധനെ പോലെ ഒരു ജനപ്രതിനിധി പെരുമാറുന്നത് ഒട്ടും ഭൂഷണമായ കാര്യമല്ല. 15 മണിക്കൂറിന് ശേഷമാണ് വണ്ടിപ്പെരിയാർ കറുപ്പുപാലം മേഖലയിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. ഫ്യൂസ് നഷ്ടമായ സംഭവത്തിൽ KSEB അധികൃതർ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി. മേഖലയിൽ CPM കോൺഗ്രസ് സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കുമളി.